ഇന്ന് നമുക്കേ ഒരു പുതിയ വെജിറ്റബിൾ പുതിയതല്ല, എല്ലാവർക്കും അറിയാവുന്ന വെജിറ്റബിൾ, പക്ഷെ നമ്മുടെ നാട്ടിൽ അത്ര അങ്ങ് പ്രചാരത്തിലുള്ള ഒരു വെജിറ്റബിൾ അല്ല ഈ വെജിറ്റബിൾ. എന്നാൽ വളരെ രുചികരമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ്. അപ്പോൾ ഈ പച്ചക്കറി ഇത് കണ്ടിട്ടുണ്ടോ? ഇതിൻ്റെ പേര് സുക്കിനി എന്നാണ്. സുക്കിനി, ഹിന്ദിയിൽ മുള്ളി എന്ന് പറയുവേ. അപ്പം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കുക്കുംബറിൻ്റെ വിഭാഗത്തിലായിരിക്കും ഇതിനെ പെടുത്തുന്നത്, അറിഞ്ഞുകൂടെ എനിക്ക്. അറിയാവുന്നൊരു ഇതിൻ്റെ പേര് പറയണേ, മലയാളത്തിൽ എന്താണെന്ന്. അപ്പോൾ ഈ സാധനം നമുക്ക് ഗ്രേറ്ററിൽ വെച്ച് ഇതിൻ്റെ തൊലി പീൽ ചെയ്തിട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് ശകല ഉപ്പിട്ടിട്ട് നമ്മളൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് വെക്കുക. അന്നേരം ഇതിനകത്തുനിന്ന് നിറച്ച് വെള്ളം ഇങ്ങോട്ട് ഊറി വരും. നമ്മളത് പിഴിഞ്ഞ് കളഞ്ഞതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങൾ ക്യാരറ്റ്, സുക്കീനി, മുളക്, ക്യാബേജ്, പിന്നെ സ്പ്രിംഗ് ഒനിയനാണ് എടുത്തിരിക്കുന്നത്. ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഈ എല്ലാ ചേരുവകളും, എല്ലാ വെജിറ്റബിളും കൂടെ അതിനകത്തോട്ട് ഇടുവാണേ. നമ്മൾ ആ ബൗളിനകത്തോട്ട് ഇടുവാണേ. ഇട്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് തന്നെ നമ്മൾ 2 മുട്ടയെന്ന് പറയുമ്പോൾ 2 പേർക്കുള്ള പോർഷനാണ് കേട്ടോ. 2 പേർക്ക് നന്നായി കഴിക്കാനുള്ള അളവിലുള്ളതാണ് ഇത്. അപ്പം നമ്മൾ 2 മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക. 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം നന്നായിട്ട് ഇത് ബീറ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ലപോലെ ഇളക്കുക. ഇതിനിടയിലുണ്ടല്ലോ, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അതിനകത്തേക്ക് ഉപ്പും കുരുമുളകും ചേർക്കണം കേട്ടോ, ആവശ്യത്തിന്. അതിനുശേഷം ഒരു പാൻ തീയെ വെച്ച് കുറച്ച് എണ്ണ അതിൻ്റെ അകത്ത് ഒഴിക്കണമേ. വെളിച്ചെണ്ണയോ ഏത് കുക്കിംഗ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റാണിത്. നമ്മൾ എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് പരത്തി വെക്കുക. കുറച്ച് ശകല എണ്ണ ഒഴിച്ചിട്ട് വേണം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് പരത്തി വെക്കുക. അതിനുശേഷം നമുക്ക് നല്ലതായിട്ട് എല്ലായിടും ഒരേപോലെ ഇരിക്കാനാണ് ഒന്ന് നല്ലപോലെ പരത്താൻ പറഞ്ഞത്. അതിനുശേഷം നമുക്കുണ്ടല്ലോ ഒരു മൂട വെച്ച് ഇത് അടച്ചു വെക്കുകയും നമ്മൾ നമ്മൾ സിമ്മിലേക്ക് ഇടുകയും ചെയ്യണേ. സിമ്മിലോട്ട് ഇടുകയും ചെയ്യണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിവശം കത്തിപ്പോവും, കരിഞ്ഞു പോവും. പിന്നെ മോൾവശം വേഗത്തുമില്ല, അങ്ങനെ ആവും. എന്നിട്ട് നമ്മളതിനെ ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേ നമുക്കത് മറിച്ചിട്ട്, അതുകൊണ്ട് അതിൻ്റെ പുറമൊക്കെ നല്ല സൂപ്പറായിട്ട് നല്ല അടിപൊളിയാണ്, നല്ല രുചിയാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മൾ മറിച്ചിടുക. നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല സ്മെല്ലാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ എടുക്കുക. ഒരു 10 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. നല്ല തിക്കായിട്ട് നല്ല ഹെവി ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഓംലെറ്റാണ്. നോക്കിയത് നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എന്ത് വേണേലും, പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. അപ്പം കണ്ടതിന് നന്ദി. സപ്പോർട്ട് ചെയ്യണേ.